എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നലെ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി മറ്റേ രചന ആദിയുടെ ഫുഡ് കൊടുത്തു വിടുന്ന സീനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആദി സീഡ്സും കൊണ്ട് നമ്മുടെ ചിപ്പിമോളുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ചിപ്പിമോൾക്ക് സീഡ്സ് തുറന്നു കൊടുക്കുക. അപ്പോൾ ആദ്യം കൈ തൊട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പറയും, ആദ്യേട്ടൻ എനിക്ക് ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അല്ല അമ്മ തന്നു വിട്ടതാന്ന് പറയും. അപ്പോൾ സൂരജ് പറയും, നിൻ്റെ അമ്മ തന്നു വിട്ടല്ലോ, നീ കഴിക്കാൻ പറയും. അങ്ങനെ നമ്മുടെ ചിപ്പിമോൾ ഒന്നെടുത്ത് കഴിക്കും, വായിലോട്ട് വയ്ക്കും. സൂരജും എടുക്കുക. അപ്പോൾ സൂരജ് പറയും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആദ്യം പറയും, എൻ്റെ അമ്മ നല്ല ടേസ്റ്റിൽ ഫുഡൊക്കെ ഉണ്ടാക്കും എന്ന് പറയും. എൻ്റെ അമ്മയ്ക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, നീ അങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂടെ വരാൻ പറയും. അപ്പോൾ നമ്മുടെ ചിപ്പിമോള് പറയും, ഇല്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അത് നിൻ്റെ അമ്മയല്ലല്ലോ, നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെയല്ലേ ഉള്ളതെന്ന് ചോദിക്കും. അച്ഛൻ നിന്നെ പറ്റിക്കുകയാണ്, അച്ഛൻ വേറെ വിവാഹം കഴിച്ചില്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആദി പറയുകയാണ്. അപ്പോൾ അതൊന്നും ചിപ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചിപ്പി പറയും, അതിന് ആദ്യമായിട്ടും താമസിക്കുന്നത് എവിടെയാണ്, ആ അങ്കിളിൻ്റെ കൂടെയല്ലേ, അതുകൊണ്ടല്ലേ കുട്ടികളൊക്കെ കളിയാക്കുന്നതെന്ന് ചോദിക്കുന്നത് കേട്ട് ആദ്യക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ഈ ഫുഡൊക്കെ എടുത്ത് എറിയുകയാണ്. അപ്പോൾ സൂരജ് പറയും, നീ എന്തിനാണ് ആദ്യമായിട്ടം ദേഷ്യം പിടിപ്പിച്ചത്, നിന്നോട് ഇഷ്ടമായി വരികയൊക്കെ ആയിരുന്നു, ഇനി അതും കൂടെ പോയി എന്നുള്ള രീതിയിൽ പറയും. അപ്പം നമ്മുടെ ചിപ്പി പറയും, ഇല്ല അത് സാരമില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാ, ആദ്യമായിട്ടനെ എന്നോട് നല്ല ഇഷ്ടമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയും. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പത്മിനിയും മഞ്ജുമയും ആണെങ്കിൽ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിനോദിൻ്റെയും നമ്മുടെ സുചിത്രയുടെയും കാര്യം എടുത്തിടുകയാണ്. ഈ സമയത്ത് കൈലാസ് അവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ സുചിത്രയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ സ്വപ്നവല്ലി പറയും, ഇപ്പം അതൊന്നും ഇവിടെ പറയണ്ട എന്ന് പറയും. അപ്പോൾ പറയും, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, കൈലാസേട്ടൻ ഫുൾ ധ്യാനത്തില്ല, ഇതൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ലെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ കൈലാസ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എവിടെ നിന്നൊരു ന്യൂസ് കിട്ടും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഇടുത്തി പോലെ ഈ വാർത്ത കേൾക്കുന്നത്. സുചിത്രയും വിനോദും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും അത് മഹേഷ് പറഞ്ഞതുകൊണ്ടാണ് അനുഗ്രഹയെ വിവാഹം കഴിക്കാമെന്ന് വിനോദ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് വിനോദ് കൊണ്ടുകൊടുത്ത വസ്ത്രങ്ങൾ അകത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പം തന്നെ കൈലാസിന് മനസ്സിലായി നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ സുജിയോട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പോരെ ഇത് മുടങ്ങിപ്പോയി, ഇതൊക്കെ നമ്മുടെ മഹേഷിൻ്റെ മനസ്സിലുണ്ട് താനും. അങ്ങനെ കൈലാസ് ആകാശ് മേനോനെ കാണാൻ ചെല്ലുകയാണ്. അങ്ങനെ ആകാശ് മേനോനെ കണ്ടിട്ട് സുചിത്രയും നമ്മുടെ വിനോദും തമ്മിലുള്ള രഹസ്യബന്ധങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ്. അപ്പം കൈലാസ് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കൂട്ടി പറയുകയാണ്. ഇങ്ങനെ അനുഗ്രഹ വിവാഹം കഴിച്ചാലും അവളെ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ള കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി മെനയുകയാണ്. അപ്പം ഒരു വെടിക്ക് 4-5 പക്ഷികളെന്നും പറഞ്ഞ് കൈലാസ് സന്തോഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് കേട്ട നമ്മുടെ ആകാശ് മേനോന് വളരെ സന്തോഷമാകുന്നു. അപ്പോൾ പറയുന്നു, നീ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈലാസ് പറയും, ഇത് അരുന്ധതി മാഡത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണവും മുടങ്ങും, മഹേഷിന് കേരള ചാപ്റ്റർ നഷ്ടപ്പെടും, അവൻ ഫുള്ള് അടിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുകയാണ്. അപ്പം കൈലാസ് പറയാണ്, ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശ് മേനോൻ പറയുന്നു, ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ആശ്രമം വെക്കാനുള്ള സ്ഥലം നീ കണ്ടെത്തിക്കുക, അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആകാശ് പറയുകയാണ്. അങ്ങനെ കൈലാസ് ഇതും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാമനാഥനും സ്വപ്നവല്ലിയും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. കല്യാണ ചടങ്ങുകളൊക്കെ ആഗ്രഹം തൻ്റെ ഇളയ മകൻ നന്നായിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ മഹേഷിനോട് അച്ഛൻ ചോദിക്കുന്നു, മോനെ ഓഡിറ്റോറിയം ഒക്കെ ശരിയായല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അരുന്ധതി മേഡം വന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് അവർ വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ആ സമയത്താണ് മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് വേറെ വല്ല അരുന്ധതി. അപ്പം നമ്മുടെ സ്വപ്നവല്ലി എടുക്കും മോനെ എടുക്കുമെന്ന് പറയും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ പറയും, ഈ കല്യാണ നിശ്ചയം നടക്കത്തില്ല, ഞങ്ങളിതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയും. ഇത് കേട്ട് മഹേഷ് ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, കാര്യമൊന്നുമില്ല, ഞങ്ങളിതിൽ നിന്ന് പിന്മാറുകയാണ്, ഞാനും മോളും തിരിച്ചു പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട മഹേഷിന് പെട്ടെന്ന് തന്നെ വല്ലാത്തൊരവസ്ഥയിലൂടെ പോവുകയാണ്. അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ മഹേഷ് വല്ലാത്തൊരവസ്ഥ. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നത് എന്താണ്. അപ്പോൾ പറയുന്നു, ഈ കല്യാണം നടക്കത്തില്ല അമ്മേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആ സമയത്താണ് ഇഷിത അങ്ങോട്ട് വന്നിട്ട് മുല്ലപ്പൂ വാങ്ങിയെന്ന് ചോദിക്കുന്നത്. നിൻ്റെ ഒരു മുല്ലപ്പൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഈ കല്യാണം മുടങ്ങി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഇഷിത ചോദിക്കുന്നത്, എന്താ കാര്യം ചോദിച്ചില്ലേ, കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഇതാരോ എന്നെ ചതിച്ചതാണ്, എൻ്റെ കൂടെ നിന്ന് ചതിച്ചതാണെന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇഷിതയെ കുറ്റപ്പെടുത്തി
നിർത്തിക്കൊണ്ടാണ് മഹേഷ് സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ എല്ലാം പോയി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ട് കൈലാസ് അവിടെ ആസ്വദിക്കുകയാണ്. അങ്ങനെ മഹേഷ് പുറത്തിറങ്ങി പോവുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി നമ്മുടെ ഇഷിതയെ ചവിട്ടിക്കീറാൻ നിൽക്കുകയാണ്. ഇഷിതയോട് പറയും, നീ എൻ്റെ മകനെ ചതിച്ചല്ലേ എന്നുള്ളത്. അപ്പോൾ ഇഷിത പറയും, ഞാനല്ല പറഞ്ഞത് എന്നുള്ളത് പറയും. അപ്പോൾ രാമനാഥൻ പറയും, വെറുതെ അവളെ കുറ്റപ്പെടുത്തല്ലേ, കാര്യം അറിയാമെന്ന് പറയും. അങ്ങനെ രാമനാഥൻ സ്വപ്നവല്ലിയെ കൂട്ടി പോവുകയാണ്. ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നു. കാരണം താൻ ചെയ്യാത്ത തെറ്റിനാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ള രീതിയിൽ. നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ മഹേഷ് കുടിച്ച് വല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ പോവുകയാണ്. അങ്ങനെ മഹേഷ് സുജിയുടെ അടുത്ത് ചെന്നിട്ട് വളരെ മോശമായിട്ടൊക്കെ പറയുകയാണ്, എൻ്റെ ജീവിതം തകർത്തില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വിനോദിന് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇത് വേറെ ആരോ ചതിച്ചതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ വിനോദ് കണ്ടുപിടിക്കുന്നുണ്ട് കൈലാസാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെയുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.